ഞാൻ ഹറമിൽ എത്തിയിട്ടില്ലല്ലോ, എനിക്ക് അവിടെ ഇവിടെ പോകാൻ പറ്റിയില്ലല്ലോ. കാം ഡൗൺ, ശാന്തനായിരിക്കെ. ഇല്ലാത്തത് ഒരുപാട് പറയാനുണ്ടല്ലേ. ഉഷ്കുരിൽ ഹാദിർ, നിന്റെ കയ്യിലുള്ളതിന് നന്ദി പറയ്. ഇല്ലാത്ത മഫ്കൂദിന് വേണ്ടി നീ പരാതി പറയല്ല. എന്നിട്ട് നമ്മൾ പറയാം നമ്മളൊക്കെ അള്ളാന്റെ അടിമകളാണ്, മുത്തനബിന്റെ ഉമ്മത്തികളാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇത് എളുപ്പമാണെന്ന്? അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അറിയണേ അള്ളാഹുവിന്റെ സ്വർഗത്തിന് വലിയ വിലയുണ്ട്. നിങ്ങളുടെ നാട്ടിലെ 10 സെന്റ് വിലയുടെ ഭൂമിയുടെ വിലയല്ല അള്ളാഹുവിന്റെ സ്വർഗത്തിന്. നെല്ലിക്കുന്നിൽ ഇപ്പൊ ഒരു സെന്റ് ഭൂമിക്ക് ഒരു പക്ഷേ 20, 30, 40 ഒക്കെ ലക്ഷം വില ഉണ്ടാവും. ചിലപ്പോ കാസർഗോഡൊക്കെ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ കോടിയായിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ ഭൂമിക്ക് സ്വർഗത്തിന് നമ്മൾ എത്രയാ വിലട്ടത്? നമ്മൾ പോകാൻ റെഡി ആയി നിൽക്കുക. അള്ളാന്റെ സ്വർഗത്തൊക്കെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം എന്നാ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ആ സ്വർഗത്തിന്റെ വില നമ്മൾ കൊടുത്തിട്ടുണ്ടോ? അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അറിയണമേ അള്ളാഹുവിന്റെ ചരക്കിന് നല്ല വിലയുണ്ട്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ ജന്ന, അള്ളാഹുവിന്റെ ചരക്കെന്ന് പറയുന്നത് സ്വർഗമാണ്. 10 സെന്റ് ഭൂമി നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ മരിക്കണവരെ അധ്വാനിക്കണം. ദുന്യാവിൽ അള്ളാഹുവിന്റെ മഹലായ ഫദ്ല് കൊണ്ട്, റഹ്മത്ത് കൊണ്ട്